ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. വ്യത്യസ്തമായ ദശലക്ഷക്കണക്കിന് ജീവജാല വർഗ്ഗങ്ങൾ ഈ മനോഹരമായ മഴക്കാടിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത എത്ര വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ ഈ മഴക്കാടിൽ കാണാൻ കഴിയും. ശരിക്കും ഇവിടെയുള്ള ജീവജാലങ്ങളെ ഇതുവരേക്കും മുഴുവനായും കണ്ടെത്തി തീർന്നിട്ട് പോലുമില്ല. മനുഷ്യരിനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരുപാട് ജീവജാല വർഗ്ഗങ്ങൾ ഇനിയും ആമസോൺ മഴക്കാടിനുള്ളിൽ ഉണ്ടായിരിക്കും. ഓരോ മാസവും നിരവധി പുതിയ ജീവിവർഗങ്ങളെ ഇവിടെ നിന്നും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ പുതിയ ജീവജാല വർഗ്ഗങ്ങളെക്കുറിച്ചൊന്നും വാർത്തകളിൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല. കാരണം വനനശീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും സാധാരണ നമ്മൾ ആമസോണിനെ കുറിച്ച് വാർത്തകളിൽ കേൾക്കാറുള്ളത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ വനനശീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഴക്കാട് ആമസോൺ ആണ്. 10,000 സ്ക്വയർ കിലോമീറ്റേഴ്സിലും കൂടുതൽ വിസ്തീർണതയിലുള്ള വനമാണ് ഓരോ വർഷവും ആമസോണിൽ നിന്നും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ആമസോൺ മഴക്കാടിന്റെ 26% കൂടുതൽ ഇപ്പോൾ തന്നെ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഇതേ രീതിയിൽ തുടർന്നാൽ 2030 ആകുമ്പോഴേക്കും ആമസോൺ മഴക്കാടിന്റെ പകുതിയിൽ കൂടുതലും നശിക്കും. എന്നാൽ ഏതാനും ചില വർഷങ്ങൾ കൊണ്ട് ആമസോൺ മഴക്കാടിനെ പൂർണ്ണമായും നശിപ്പിച്ചുവെന്ന് കരുതുക. അങ്ങനെ നശിപ്പിച്ചാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? എങ്ങനെയായിരിക്കും അത് ലോകത്തിനെ ബാധിക്കുന്നത്? നമുക്ക് നോക്കാം. 9 രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആമസോൺ മഴക്കാടിന് ഏകദേശം 55 ലക്ഷം സ്ക്വയർ കിലോമീറ്റേഴ്സ് വിസ്തീർണതയുണ്ട്. അതായത് ഏതാണ്ട് നമ്മുടെ ഇന്ത്യയുടെ ഇരട്ടിയോളം വലിപ്പം. ഈ വിസ്തീർണതയിൽ ഏകദേശം 40,000 കോടിയോളം മരങ്ങളുണ്ടെന്നാണ് നിഗമനം. അപ്പോൾ നമ്മുടെ മിൽക്കി വേ ഗാലക്സിയിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളെക്കാൾ കൂടുതൽ അളവിൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ മരങ്ങളുണ്ട്. ഇത്രയും മരങ്ങളെയും വെട്ടിക്കളയുമ്പോൾ ആമസോൺ മഴക്കാട് മുഴുവനും നശിക്കും. ശേഷം പിന്നെ മഴക്കാടിന്റെ സ്ഥാനത്തിൽ ഒരു വിശാലമായ തരിശു നിലം മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. വെട്ടിയെടുത്ത 40,000 കോടി മരങ്ങളും കാലക്രമേണ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നശിക്കും. 10,000 കോടിയിലേറെ ടൺ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും അതിലൂടെ അന്തരീക്ഷത്തിൽ എത്തുന്നത്. അത് പ്രതിവർഷം മനുഷ്യരുൽപാദിപ്പിക്കുന്നതിനേക്കാൾ 4 മടങ്ങോളം കൂടുതലാണ്. ഇത്രയും വൻ തോതിലുള്ള കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെത്തുമ്പോൾ അത് ആഗോള താപനത്തിന്റെ ആധിക്യം കാര്യമായിട്ട് തന്നെ വർദ്ധിപ്പിക്കും. ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ ഭൂമിയുടെ ശ്വാസകോശം എന്ന് ചിലർ വിശേഷിപ്പിക്കുന്നത് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനിൽ 20% കൂടുതലും ആമസോൺ മഴക്കാടിൽ നിന്നും വരുന്നതാണെന്ന കാരണത്തിനാലാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആമസോൺ മഴക്കാട് മുഴുവൻ നശിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് 20% കുറയും. പക്ഷെ യഥാർത്ഥത്തിൽ അത് വെറും ഒരു മിത്ത് മാത്രമാണ്. ശരിക്കും എല്ലാ മഴക്കാടുകളെയും പോലെ ആമസോണും വൻ തോതിലുള്ള ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം സസ്യജാലങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ ഉപയോഗിക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഓക്സിജൻ ഏകദേശം പൂർണ്ണമായും അവിടുത്തെ ആവാസ വ്യവസ്ഥ തന്നെ ഉപയോഗിക്കുകയാണ്. അന്തരീക്ഷത്തിലെ ഓക്സിജനിൽ 1% പോലും ആമസോണിൽ നിന്നും വരുന്നതല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ആമസോൺ മഴക്കാട് മുഴുവൻ നശിച്ചാലും അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവിൽ പ്രത്യക്ഷമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നിരുന്നാലും അന്തരീക്ഷത്തിലെത്തിയ വൻ തോതിലുള്ള കാർബൺ ഡയോക്സൈഡ് കാരണം നമുക്ക് ശ്വസിക്കാൻ സാധാരണഗതിയിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മാത്രമല്ല, കരയിലെ സകല ജീവികൾക്കും ഇതേ പ്രശ്നമുണ്ടാകും. സമുദ്രത്തിലെ ജീവജാലങ്ങളെ പോലും ഇത് ബാധിക്കും. എന്തെന്നാൽ അന്തരീക്ഷത്തിൽ അമിതമായിട്ട് CO2 ഉള്ളതുകൊണ്ട് അത് പതിയെ സമുദ്രത്തിലും ലയിച്ചു ചേരും. കൂടുതൽ CO2വിനെ വലിച്ചെടുക്കുന്നതിനനുസരിച്ച് സമുദ്രം കൂടുതൽ അസിഡിക്കായി മാറും. അതായത് സമുദ്രജലത്തിന്റെ അമ്ലഗുണം വർദ്ധിക്കും. ഈ വർധനവ് പല സമുദ്രജീവികളെയും നശിപ്പിക്കും. അതിലേറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് പുറം തോടുള്ളതും അതിന് സമാനമായ ഘടനകളുള്ള ജീവികളുമാണ്. എന്തെന്നാൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന അമിതമായ ആസിഡുമായിട്ട് പ്രതിപ്രവർത്തിക്കുമ്പോൾ ഈ ജീവികളുടെ പുറംതോടും മറ്റുമൊക്കെ പെട്ടെന്ന് ദ്രവിച്ചു നശിച്ചു പോകും. കോറൽസ്, മൊളസ്ക്, സൂ പ്ലാങ്ക്ടൺസ് അങ്ങനെ പല ജീവജാലങ്ങൾക്കും ഒരുപക്ഷെ വംശനാശം തന്നെ സംഭവിച്ചേക്കാം. ഭൂമിയിലെ മുഴുവൻ ജീവജാല വർഗ്ഗങ്ങളിൽ 10% ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ് ജീവിക്കുന്നത്. ഇവിടെ 40,000-ലേറെ സസ്യജാല വർഗ്ഗങ്ങൾ, 3,000-ലേറെ ഫ്രഷ് വാട്ടർ മീൻ വർഗ്ഗങ്ങൾ, 378 ഉരകജീവി വർഗ്ഗങ്ങൾ, 25 ലക്ഷത്തിൽ കൂടുതൽ പ്രാണിവർഗ്ഗങ്ങൾ, 1,300-ലധികം പക്ഷിവർഗ്ഗങ്ങൾ, 427 സസ്തനി വർഗ്ഗങ്ങൾ, 400-ലേറെ ഉഭയജീവി വർഗ്ഗങ്ങൾ, അങ്ങനെ ഒത്തിരിയേറെ ജീവജാല വർഗ്ഗങ്ങൾ ആമസോൺ മഴക്കാടിൽ അതിജീവിക്കുന്നുണ്ട്. ഇത്രയേറെ വ്യത്യസ്തമായ ജീവജാല വർഗ്ഗങ്ങളുള്ള ഒരു ആവാസ വ്യവസ്ഥ ലോകത്തിൽ മറ്റൊരിടത്തുമില്ല.
നിർഭാഗ്യവശാൽ ഇതിൽ വലിയൊരു ശതമാനം ജീവജാല വർഗങ്ങൾക്കും വംശനാശം സംഭവിക്കും. ഇതിനൊക്കെ പുറമെ ഇവിടെ 3 കോടിയിലേറെ മനുഷ്യരും വസിക്കുന്നുണ്ട്. ഈ മനുഷ്യരുടെ കാര്യവും കഷ്ടത്തിലാകും. ലോകത്തിലെ ഏറ്റവും വലിയ നദീതടമാണ് ആമസോൺ റിവർ ബേസിൻ. അതിന് മുകളിലാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഈ മഴക്കാട് മുഴുവൻ നശിച്ചാൽ പിന്നെ ജലത്തിനെ വലിച്ചെടുക്കാനും മണ്ണിനെ പിടിച്ചു നിർത്താനും ചെടികളും മരങ്ങളും ഒന്നുമില്ലാത്തതിനാൽ ഇവിടെ തീവ്രമായ രീതിയിൽ മണ്ണൊലിച്ചിലുണ്ടാകും. അങ്ങനെ വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ആമസോണിലുള്ള ഫലഭൂയിഷ്ടമായ മണ്ണ് മുഴുവൻ നഷ്ടമാകും. പിന്നെ ഇവിടെ സസ്യജാലങ്ങളൊന്നും ഉണ്ടാകില്ല. ആമസോൺ റെയിൻ ഫോറസ്റ്റ് വ്യാപിച്ചു കിടക്കുന്ന സകല രാജ്യങ്ങളെയും അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ കൃഷികളും ടൂറിസവുമാണ് ഈ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാന ഘടകം. ഇത് രണ്ടുമില്ലാതെ ഈ രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായിട്ട് ഏകദേശം പൂർണ്ണമായും തകരും. അതിൽ നിന്നും കരകയറാൻ ഒരുപാട് കാലങ്ങളെടുക്കും. ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഏകദേശം 25% ആമസോൺ റെയിൻ ഫോറസ്റ്റിലെ ജീവജാലങ്ങളിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനേക്കാൾ അതിശയകരമായ കാര്യം എന്താണെന്നാൽ ഇതുവരേക്കും ആമസോണിലുള്ള 5% സസ്യജാലങ്ങളെ പോലും അവയുടെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത മരുന്നുകൾക്ക് ആവശ്യമായ പലതരം സസ്യങ്ങൾ ഇനിയും ഈ കാടിനുള്ളിൽ ഒരുപാടുണ്ടായിരിക്കും. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങൾ കൊണ്ട് മനുഷ്യരുടെ ശരാശരി ആയുസ്സിന്റെ ദൈർഘ്യം 6 വർഷത്തോളമാണ് കൂടിയത്. നമ്മുടെ ഇന്ത്യയുടെ മാത്രം കണക്ക് നോക്കിയാൽ അത് ഏകദേശം 8 വർഷത്തോളമാണ്. തീർച്ചയായും ഇതിന്റെ ഏറ്റവും പ്രധാന കാരണം വൈദ്യശാസ്ത്ര രംഗത്തിന്റെ പുരോഗതി തന്നെയാണ്. ആമസോൺ മഴക്കാട് നശിപ്പിക്കുന്നതിലൂടെ ആരോഗ്യരംഗത്ത് നമുക്ക് ലഭിക്കേണ്ട വലിയൊരു സംഭാവനയാണ് നഷ്ടമാകുന്നത്. എന്നാൽ ആമസോൺ റെയിൻ ഫോറസ്റ്റിന്റെ നാശം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് ലോകത്തിലെ കാലാവസ്ഥാ വ്യവസ്ഥകളെ ആയിരിക്കും. നമുക്കറിയാം, ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ സസ്യജാലങ്ങളിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തും. ആ പ്രക്രിയയെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഈ ജലം മേഘങ്ങളിൽ കൂടിച്ചേരുകയും പിന്നെ മഴയായിട്ട് പെയ്യുകയും ചെയ്യും. എന്നുവെച്ച് നമുക്ക് ലഭിക്കുന്ന മഴയുടെ മുഴുവൻ കാരണവും ഇതുപോലെയുള്ള മഴക്കാടുകളല്ല. മഴയിലുള്ള ഭൂരിഭാഗം ജലവും സമുദ്രത്തിൽ നിന്നുമാണ് വരുന്നത്. പിന്നെ നല്ലൊരു ശതമാനം നദികളും കായലുകളും അതുപോലെയുള്ള മറ്റ് ജലസ്രോതസ്സുകളിൽ നിന്നുമൊക്കെയാണ് വരുന്നത്. എന്നിരുന്നാലും ചെടികളും വൃക്ഷങ്ങളും ഒക്കെ പുറത്തുവിടുന്നത് അത്ര ചെറിയ തോതിലുള്ള ജലമൊന്നുമല്ല. വലിച്ചെടുക്കുന്ന ജലത്തിൽ വെറും 2% മാത്രമാണ് സസ്യജാലങ്ങൾ ഉപയോഗിക്കുന്നത്. ബാക്കി ജലം മുഴുവൻ അവ ട്രാൻസ്പിരേഷനിലൂടെ പുറത്തുവിടും. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മാവ് മരം 100 കണക്കിന് ലിറ്റേഴ്സ് ജലമാണ് വെറും ഒരൊറ്റ ദിവസം കൊണ്ട് ട്രാൻസ്പിരേഷനിലൂടെ പുറത്തുവിടുന്നത്. നമ്മുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൽ ഏകദേശം 15% ഇങ്ങനെ ചെടികളിൽ നിന്നും മരങ്ങളിൽ നിന്നുമൊക്കെ വരുന്നതാണ്. പക്ഷേ കാട് മൊത്തം വെട്ടിത്തെളിക്കുന്നതോടെ ആമസോണിൽ പിന്നെ മഴ തീരെ ഇല്ലാതെയാകും. 26% കാട് നശിപ്പിച്ചതിന്റെ പാർശ്വഫലങ്ങൾ വരൾച്ചയുടെ രൂപത്തിൽ ഇപ്പോൾ തന്നെ ആമസോണിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കാട് മൊത്തം നശിപ്പിച്ചാൽ അത് ബാധിക്കാൻ പോകുന്നത് ആമസോൺ മഴക്കാടിനെ മാത്രമായിരിക്കില്ല. സൗത്ത് അമേരിക്കയിൽ മുഴുവൻ പിന്നെ വലിയ വരൾച്ചയുണ്ടാകും. സമീപത്തുള്ള നോർത്ത് അമേരിക്കയിൽ പോലും പിന്നെ ഇപ്പോൾ ലഭിക്കുന്നതിന്റെ പകുതി മഴ പോലും ലഭിക്കാതെയാകും. അപ്പോഴവിടെയും വരൾച്ച ഒരു ഗൗരവമായ പ്രശ്നമാകും. വരൾച്ചയ്ക്ക് പുറമെ ഈ സ്ഥലങ്ങളിലെല്ലാം കഠിനമായ ചൂടും അനുഭവപ്പെടും. ചൂട് വർദ്ധിക്കുമ്പോൾ കാട്ടുതീകൾ പെട്ടെന്ന് പടർന്നു പിടിക്കും. ഇതിനെല്ലാത്തിനും പുറമെ നേരത്തെ പറഞ്ഞതുപോലെ ആമസോണിനെ മുഴുവൻ വെട്ടി നശിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വലിയ തോതിൽ വർദ്ധിക്കും. അത് ആഗോള താപനില കൂടാൻ കാരണമാകും. ആഗോള താപനില വർദ്ധിക്കുമ്പോൾ മഞ്ഞുകട്ടകൾ ഉരുകും, സമുദ്രജലനിരപ്പ് ഉയരും, കാലാവസ്ഥകളെല്ലാം തീവ്രമാകും, ലോകമെമ്പാടും മഴ പെയ്യുന്ന ക്രമങ്ങളെല്ലാം തകരാറിലാകും, ജലത്തിന്റെയും വായുവിന്റെയും ഗുണനിലവാരം കുറയും, അതിന് പിന്നാലെ അസുഖങ്ങൾ പെട്ടെന്ന് പടർന്നു പിടിക്കും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ ഭയങ്കര തീവ്രമായ രീതിയിൽ സംഭവിക്കുമായിരിക്കില്ല. പക്ഷേ ചെറിയ രീതിയിലാണ് സംഭവിക്കുന്നതെങ്കിൽ പോലും ലോകത്തിലെ ഓരോ ആവാസ വ്യവസ്ഥയും ഭാഗികമായിട്ടെങ്കിലും തകരാൻ അത് തന്നെ ധാരാളമാണ്. മറ്റൊരു കാര്യം, കാലാവസ്ഥകളൊക്കെ ആകെ മാറുമ്പോൾ ലോകത്തിലെ മറ്റ് മഴക്കാടുകളും പതിയെ നശിക്കാൻ തുടങ്ങും. അത് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളെയൊക്കെ വീണ്ടും രൂക്ഷമാക്കും. ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ മഴക്കാട് തിരിച്ച് വീണ്ടും പച്ചപ്പ് വെക്കില്ല. വേണമെങ്കിൽ മനുഷ്യർ വിചാരിച്ചാൽ കൃത്രിമമായ രീതികളിൽ കാടിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അല്ലാതെ അത് തനിയെ തിരിച്ച് വീണ്ടും കാടായി മാറില്ല. ഇതെന്നല്ല, ഏകദേശം എല്ലാ മഴക്കാടുകളുടെയും അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഫലഭൂയിഷ്ടമായ മണ്ണ് മുഴുവൻ നഷ്ടമാകുന്നതാണ് അതിന്റെ പ്രധാന കാരണം. അതുമാത്രമല്ല, കാലാവസ്ഥയാണ് മറ്റൊരു കാരണം. പല കോടി വർഷങ്ങൾക്ക് മുൻപാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ് രൂപം കൊണ്ടത്. അന്ന് കൃത്യമായ കാലാവസ്ഥകളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ മഴക്കാടിന് രൂപം കൊള്ളാൻ സാധിച്ചത്.
ഇത് രൂപം കൊണ്ട കാലത്തിൽ കരയിലെ നല്ലൊരു ശതമാനവും പച്ചപ്പ് നിറഞ്ഞതായിരുന്നു. എന്നാൽ പിന്നീട് കാലാവസ്ഥകൾ മാറിയപ്പോൾ ഭൂരിഭാഗം മഴക്കാടുകളും അപ്രത്യക്ഷമായി. ശരിക്കും ആമസോൺ ഇപ്പോൾ ഒരു വലിയ സവാനയായി മാറേണ്ടതായിരുന്നു. എന്നാൽ രൂപം കൊണ്ട കാലത്തിലെ കാലാവസ്ഥാ വ്യവസ്ഥിതികളെ കൃത്രിമമായിട്ടുണ്ടാക്കാൻ കഴിയുന്നതിനാലാണ് ആമസോൺ ഇന്നും നശിക്കാതെ നിലനിൽക്കുന്നത്. അതായത് അതിനു വേണ്ട കാലാവസ്ഥകളും സാഹചര്യങ്ങളും അത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വനം മുഴുവൻ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ നിലം മുഴുവൻ ഒന്നിനും കൊള്ളാത്ത മരുഭൂമി പോലെയായി മാറും. ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ മനുഷ്യരീതിയിൽ ഇടപെടാതിരുന്നാൽ ഇവിടെ വീണ്ടും പച്ചപ്പ് വയ്ക്കും. പക്ഷെ അതൊരിക്കലും പണ്ടത്തെ പോലെ മഴക്കാടായിരിക്കില്ല. പകരം ആഫ്രിക്കയിൽ കാണുന്നത് പോലത്തെ വലിയ സവാനകളായിരിക്കും. ഡീഫോറസ്റ്റേഷൻ, അതായത് വനം വെട്ടി നശിപ്പിക്കുന്നത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. വെട്ടി നശിപ്പിക്കുന്നവർക്ക് അതൊരു പ്രശ്നമായിരിക്കില്ല, എന്നാൽ ഭാവി തലമുറയെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. നിർഭാഗ്യവശാൽ ഇന്നും ഭൂരിപക്ഷം പേർക്കും ഇതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ മനസ്സിലായിട്ടും താൽക്കാലിക ലാഭത്തിനു വേണ്ടി അത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡീഫോറസ്റ്റേഷൻ തടയാൻ ഗവൺമെന്റുകൾക്കും സാധിക്കുന്നില്ല. 2021 യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിൽ വെച്ച് 2030 ഡീഫോറസ്റ്റേഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന് 100-ൽ കൂടുതൽ രാജ്യങ്ങളാണ് എഗ്രിമെന്റ് വെച്ചത്. പക്ഷേ തമാശ എന്താണെന്നാൽ 2014 ഇതുപോലെ കുറെ രാജ്യങ്ങൾ ചേർന്ന് 2020 ഡീഫോറസ്റ്റേഷൻ പകുതിയെങ്കിലും കുറയ്ക്കുമെന്ന് എഗ്രിമെന്റ് വെച്ചിരുന്നു. എന്നാൽ 2020 ആയപ്പോൾ ഡീഫോറസ്റ്റേഷൻ ഒരു തരി പോലും കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, വൻതോതിൽ വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇതേ രീതിയിൽ തുടർന്നാൽ തീർച്ചയായും ഭാവിയിൽ അത് മനുഷ്യർക്ക് തന്നെ വൻ വിപത്തായി മാറും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.